ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഉജാല, വിനാഗിരി, ഷാമ്പു, ഇത് മൂന്നും മാത്രം മതി. നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് നമ്മുടെ വിനാഗിരിയും അതേപോലെ തന്നെ ഉജാലയും. അപ്പം ഞാൻ അതിനായിട്ട് 1/2 ഗ്ലാസ് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു 5-6 ഡ്രോപ്പ് ഉജാല, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 തുള്ളി ഷാമ്പു. അപ്പോൾ ഷാമ്പു ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞ് പാത്രത്തിനൊന്നും ഒരു സ്മെല്ലും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേന് നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ ക്ലീനിങ്ങിന് പറ്റിയ ഒരു നല്ല അടിപൊളി സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്നും നമ്മൾ കുടിക്കുന്ന ഗ്ലാസിൻ്റെ കറ, അതേപോലെ തന്നെ പ്ലേറ്റ്, എന്താണേലും സ്റ്റീലിൻ്റെ ആണേലും അതേപോലെ കുപ്പി പ്ലേറ്റ് ആണേലും എല്ലാം ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ച് വെറുതെ ഒന്ന് തൊട്ടിട്ട് ഗ്ലാസ്സൊക്കെ തേച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെന്നും ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിനകത്തൊക്കെ നല്ല രീതിയിൽ കറയൊക്കെ കാണും. അപ്പോൾ ഗ്ലാസ്സൊക്കെ നല്ല പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഈ തട്ട് കണ്ടോ, ഇപ്പം ഗ്ലാസിൻ്റെ തട്ട്, ഇപ്പം ഞാനെല്ലാം ഗ്ലാസിൻ്റെയാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രം നല്ല അടിപൊളിയായിട്ട് വെളുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ തട്ടും ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുകയാണ്. അപ്പം ഉജാല ചേർക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഉജാല തുണി കഴുകുന്നതിന് മാത്രമല്ല, തുണി കഴുകി വെളുപ്പിക്കുന്നതിന് മാത്രമല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉജാല നല്ല ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തേച്ച് കഴിഞ്ഞ് വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് തേച്ചെടുക്കാം. ഒരുപാടിട്ട് ഉരയ്ക്കുകയോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് കഴുകി കാണിച്ചു തരാം. നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടോ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് എത്ര പാത്രം വേണേലും ഇതേപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തേച്ചിടുകയും ചെയ്യാം. പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല ഒരു ഇത് തന്നെയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് പ്ലേറ്റുകളൊക്കെ നോക്കേ. അപ്പോൾ ഇതേപോലെ എത്ര വേണേലും നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ തേച്ചെടുക്കാം. എത്ര നമ്മൾ അഴുക്കായിട്ട് കിടക്കുന്ന ഗ്യാസ് സ്റ്റോപ്പുകൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഗ്ലാസും പ്ലേറ്റുകളും എല്ലാം അടിപൊളിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ അതിൻ്റെ ആ കറയും പാടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെറുതെ ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അതിനകത്തുള്ള ആ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പോയിട്ട് നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ബർണറിനകത്തൊന്നും വെള്ളം വീഴരുത്. അപ്പോൾ ഇതേപോലെ തട്ടുകളെല്ലാം മാറ്റിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഗ്യാസിൻ്റെ പുറത്തുള്ള നമ്മൾ ആഹാരമൊക്കെ പാചകം ചെയ്യുമ്പോൾ തെറിക്കുന്ന എണ്ണ അതെല്ലാം പോയിട്ട് നമ്മുടെ ഈ അതേപോലെ തന്നെ നമ്മൾ ലൈറ്ററൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഉള്ള പോറൽ, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പോറൽ എല്ലാം മാറിയിട്ട് അതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിനെ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന കാണാം. ഇനി ഞാൻ തുടച്ചെടുക്കുകയാണ്. വെറുതെ അത് വെച്ചൊന്ന് തേച്ചതിന് ശേഷം വേറൊരു ടവൽ വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ കണ്ണാടി പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കിച്ചൺ ടൈലും എല്ലാം ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. ഗ്യാസ് അടുപ്പ് അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ, ഒരു പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കിച്ചൺ സിങ്കോ അതേപോലെ ടാപ്പ് അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും നല്ല വെള്ളി പോലെ തിളങ്ങും ഇതേപോലെ ഒന്ന് വെച്ച് തേച്ച് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് സിങ്ക് കഴുകിയെടുക്കുമ്പോൾ നോക്കിക്കൊള്ളണം. സിങ്ക് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. ഇനി നമുക്ക്
വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് വരച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ടാപ്പൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നതുണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഉജാലയും അതേപോലെ തന്നെ ഷാമ്പൂ ഇല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചാലും മതി. പക്ഷേ ഷാമ്പൂവും കൂടെ ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു ഏജൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇനി ഞാൻ ബാത്റൂമിൻ്റെ ടൈല് ഒന്ന് തേച്ച് കഴുകി കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 3-4 ഡ്രോപ്പ് ഉജാലയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൈലിനകത്ത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ അഴുക്കിളകി കിട്ടും. ആ ടൈലിൻ്റെ ഇടയിലുള്ള അഴുക്കെല്ലാം ഇളകിയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അതേപോലെ നമുക്ക് ക്ലോസറ്റിലും തേച്ച് കഴുകാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്ലോസറ്റൊന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് ടൈല് നമുക്ക് കഴുകിയെടുക്കാം. ഉണ്ട്, ഇനിയിപ്പോൾ കഴുകി ഉണങ്ങിയ ടൈല് നോക്കി നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.